നന്ദി, യേശുവേ സ്തുതി. ദൈവമഹത്വത്തിനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ ഈശോയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഷിബു ചെറിയാൻ. ഞാൻ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകാംഗമാണ്. ഇതെൻ്റെ വൈഫ് രമ്യ. ഞാൻ 2025 ഏപ്രിൽ 29 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ബന്ധുക്കളിൽ നിന്ന് അറിഞ്ഞാണ് ഞാൻ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും 2019 മുതൽ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞാനിത് 2 പ്രാവശ്യം ഉടമ്പടി കഴിഞ്ഞ് പുതുക്കിയിട്ടുണ്ട്. എനിക്ക് ഉടമ്പടിയിൽ നിയോഗമായി വെച്ചതിൽ ആദ്യമായി ലഭിച്ച അനുഗ്രഹം എൻ്റെ രോഗസൗഖ്യമാണ്. 2024 ജൂലൈ ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പനി ഉണ്ടാവുകയും ആ പനിക്ക് ശേഷം എൻ്റെ സ്മെല്ലും ടേസ്റ്റും പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. 3 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടും യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഞാൻ പല ഡോക്ടേഴ്സിനെ മാറി കാണുകയും പല വിധത്തിലുള്ള നേസൽ സ്പ്രേസും പല മെഡിസിൻസും ഞാൻ ടാബ്ലറ്റ്സും യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ടായില്ല. ഞാൻ അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം മരുന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലും വിശുദ്ധ തൈലം ഞാൻ എൻ്റെ നാവിലും മൂക്കിലും പുരട്ടുകയും വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 1 മാസത്തോളം ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി എൻ്റെ സ്മെല്ലും നെയ്സും നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ ലഭിച്ചു. ഇത് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ ഞാൻ യാചിച്ച് നേടിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി ജപമാല റാലിയിലൂടെ 2025 ഒക്ടോബർ മാസം നടന്ന ജപമാല റാലിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. 2022 ഒക്ടോബറിൽ എൻ്റെ വൈഫിന് UK നേഴ്സായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിക്ക് 8 ലക്ഷം രൂപ ഞങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ കൊടുക്കുകയും 1 വർഷം വരെ കാത്തിരുന്നിട്ടും ജോലി ലഭിക്കുകയോ പണം തിരികെ ലഭിക്കുകയോ ചെയ്യാതെ ഞങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ വ്യക്തിയുടെ അടുത്ത് ഞങ്ങൾ ഒരുപാട് തവണ പണം തിരികെ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ജോലി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഈ വ്യക്തി ബേസിക്കലി ഒരു മലയാളിയാണെങ്കിലും ഇപ്പോൾ ബ്രിട്ടീഷ് സിറ്റിസനാണ്. അതിനാൽ ഞങ്ങൾക്ക് കേസ് ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നും ലഭിക്കാറില്ല. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ പൈസ തിരികെ ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾക്കത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുന്നതാണ്. ഒരു ദിവസം ഒക്ടോബർ മാസത്തെ ഒരു ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, നിങ്ങളുടെ പണം ആരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ സമർപ്പിച്ച് ഈ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അതിനുശേഷം ജപമാല റാലിയിൽ നിയോഗത്തിൽ പ്രത്യേക എഴുതി സമർപ്പിക്കുകയും അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ എഴുതുകയും ചെയ്തു, ഇതെന്നെക്കൊണ്ട് അസാധ്യമായ കാര്യമാണെന്ന്. പക്ഷെ അവിടെയാണ് മാതാവിൻ്റെ ഇടപെടലുണ്ടായത്. ഞാൻ ജപമാല റാലി കഴിഞ്ഞ് തിരികെ ഈ കൃപാസനത്തിലൂടെ വാതിൽക്കൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിക്കുകയും ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടി ചോദിച്ചറിയുകയും ചെയ്തു. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ, ഇതിന് യാതൊരു പ്രോഗ്രസ്സും ഇല്ലാതിരുന്ന കേസാണ്, 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ നഷ്ടപ്പെട്ട പണം പൂർണ്ണമായും ഞങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസും കാര്യമെല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ മാതാവ് എനിക്ക് വലിയ 2 അനുഗ്രഹങ്ങളാണ് നൽകിയത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ 4 വർഷത്തോളമായി വിശുദ്ധ കുർബാന മുടക്കാറില്ല. വിശുദ്ധ കുർബാനെ അതിയായി സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കാറില്ല. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിച്ചിരുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാനും, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനു മുമ്പ് കുമ്പസാരിച്ച് ഒരുങ്ങുകയും ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായി ബൈബിൾ വായിക്കാറുണ്ട്. ഏതെങ്കിലും ദിവസം ബൈബിൾ വായന മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാരണം അറിയാവുന്ന വചനങ്ങളും ചില സങ്കീർത്തനങ്ങളും ഒക്കെ ഞാൻ ഏറ്റു ചൊല്ലാറുണ്ട് പലതവണ. എനിക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി വിശുദ്ധ വസ്തുക്കളിലുള്ള കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയും ഭയം എന്ന കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്തു. ഏത് കാര്യത്തിനും മാതാവ് ഈശോയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ഇച്ചിരി കാലതാമസങ്ങളുണ്ടായാലും ഏതൊരു കാര്യങ്ങളും മാതാവിൻ്റെ മധ്യസ്ഥയാൽ നമ്മൾ സമർപ്പിച്ചാൽ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്ന ഒരു ബോധ്യമുണ്ടായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ 6 പത്രം വീതം മേടിച്ച് ബസ് സ്റ്റോപ്പിലും ഫുട്പാത്തിലും ഒക്കെ നിന്ന് പ്രാർത്ഥനാപൂർവ്വം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റു വ്യക്തികൾക്ക് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് പ്രെയർ എല്ലാ ദിവസവും പങ്കെടുക്കുകയും വാട്സപ്പ് വഴി ഞാൻ 125 പേർക്കോളം ഡെയിലി ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളതും അർഹതപ്പെട്ടവരുമായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഞാൻ സാമ്പത്തികമായും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് നൽകാറുണ്ട്. നിർധനരായ കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു ആശ്രമത്തിൽ എന്നാ കഴിയും വിധം ഫുഡും അവർക്ക് വേണ്ടിയ സാധനങ്ങളും ഞാൻ മേടിച്ച് നൽകുന്നുണ്ട്. ഒരു ഓൾഡ് ഏജ് ഹോമിൽ
ഇന്ന കഴിവും വിധം ഉള്ള ഫുഡും കാര്യങ്ങളും മേടിച്ച് നൽകുകയും അവിടെയുള്ള ഓരോ വ്യക്തികളെയും ഞാൻ സമീപത്ത് പോയിരുന്ന് അവരോട് സംസാരിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 119, 151 മുതൽ 53 വരെ തിരുവചനങ്ങൾ. കർത്താവെ, അവിടുന്ന് സമീപസ്ഥനാണ്, അവിടുത്തെ കൽപ്പനകൾ സത്യമാണ്, അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. ഷിബു ചെറിയാൻ എന്ന ഈ സഹോദരൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ 2 ഗൗരവമുള്ള ജീവിതാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം സഹോദരന് രുചിയും മണവും പോയ ഒരു പ്രത്യേകമായ ശാരീരിക ക്ലേശാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അത് പൂർണ്ണമായി തിരികെ ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത്, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്ത് തിരികെ കിട്ടാതെ ആ വ്യക്തി UK പൗരത്വം നേടുകയും അതിൻ്റെ ലീഗൽ മാറ്റേഴ്സ് പോലും ഏറെ ക്ലേശകരമായി തീരുകയും ചെയ്ത സാഹചര്യത്തിൽ കുടുംബം ഏറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയ അവസരത്തിൽ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്ത് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത്. വളരെ പ്രത്യേകിച്ച് അഖണ്ഡ ജപമാല റാലിയിൽ അമ്മയുടെ കരങ്ങളിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വാതിലുകളൊക്കെ അടഞ്ഞ് ഇനി യാതൊരു തരത്തിലും പണം തിരികെ കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ച അവസരത്തിലാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയം കൊടുത്ത് ആ ജപമാല റാലിയിൽ കുടുംബം പങ്കുചേരുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മകൻ പറയുന്നത്, ആ റാലി പൂർത്തിയാക്കി തിരികെ കൃപാസനം നടവരെ എത്തുമ്പോൾ തന്നെയാണ് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച് ഡീറ്റെയിൽസ് അയക്കുവാനും ഏറെ നാളുകൾ യാതൊരു വഴിയും തെളിയാതെ ഇരുന്ന വിഷയം 2 ആഴ്ചക്കുള്ളിൽ മുഴുവൻ പണവും തിരിച്ചു കിട്ടുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് കൊടുത്തതെന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഉടമ്പടിയിൽ എപ്പോഴും അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളാണ് നിയോഗങ്ങളായി സമർപ്പിക്കുന്നത്. ജോസഫച്ചൻ എപ്പോഴും പറയും, ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ നിയോഗമായി എഴുതി വെക്കരുത്. കാരണം അത് കഴിവുകൊണ്ട് കിട്ടി, അത് എൻ്റെ പരിശ്രമം കൊണ്ട് നേടി, പണം കൊണ്ട് നേടി, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തകളുണ്ടാകാൻ സാധ്യതയേറെയാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്താതെ നമ്മുടെ കഴിവായി നാം അതിനെ പരിഗണിക്കാറുണ്ട്. എന്നാൽ വാതിലുകളടയുന്ന, ജീവിതം മുന്നോട്ട് പോകുവാനാവാത്ത വിധം നമ്മൾ തന്നെ പ്രയാസപ്പെടുന്ന വലിയ ദുരന്ത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ വ്യക്തമായ അടയാളങ്ങളോടെ അമ്മ മാതാവ് നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ കരം പിടിക്കുന്നു, കരകയറ്റുന്നു, സങ്കടങ്ങൾ അകറ്റുന്നു, രോഗങ്ങൾ സുഖം തരുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കുന്നു, നമുക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയാണ്. സഹോദരൻ ഈ സാക്ഷ്യപ്പെടുത്തിയ 2 മേഖലകളിലും അത് മറ്റു രീതികളിലൊന്നും തിരിച്ചെടുക്കുവാനാവില്ല എന്നറിയുമ്പോഴാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രസക്തിയേറുന്നത്. രുചിയില്ലാതെ, മണമില്ലാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ പല സാധാരണ പരിശ്രമങ്ങളും നടത്തി അതൊക്കെ പരാജയപ്പെടുമ്പോഴാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും തിരികെ സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യുന്നത്. രണ്ടാമത്തത്, ആ പണം ഒരിക്കലും കിട്ടില്ലെന്ന് ഏതാണ്ട് എഴുതി ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്താണ്, ഒരു കോടതി വ്യവഹാരം പോലും അസാധ്യമായി നിൽക്കുന്ന സമയത്താണ് അമ്മ മാതാവ്, സഞ്ചാരി മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കുരുക്കുകളും പണം തരുവാൻ വേണ്ടിയുള്ള മനസ്സുരുക്കവും ഒക്കെ കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വളരെ ചുരുങ്ങിയ നാളുകൾ 2 ആഴ്ചക്കുള്ളിൽ ഏറെ നാളായി ഒന്നും നടക്കാതിരുന്നത് കുടുംബത്തിന് അനുഗ്രഹമായി അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഉടമ്പടിയിലൂടെ സഹോദരന് വന്ന വലിയ മാറ്റമാണ് ഏറെ പ്രത്യേകതയുള്ളത്. സഹോദരൻ പറഞ്ഞു, എടുത്ത കാലം മുതൽ തുടർച്ചയായി ദിവ്യബലിയിൽ പങ്കുചേരുന്നു. ദിവ്യബലിയിൽ പങ്കുചേരുക എനിക്കേറെ ഇഷ്ടമുള്ള ഒരു കാര്യവുമാണ്. ഒരു കുർബാന കൂടുക എന്നതിലല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ പീഡാസകര മരണ ഉത്ഥാനത്തോടൊപ്പം എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച്, എൻ്റെ ഞെരുക്കങ്ങളെ ചേർത്ത് വെച്ച് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ പറ്റും വിധം എൻ്റെ ജീവിതത്തെ ഒരുക്കി നിർത്തുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് 2 ആഴ്ചയിലൊരിക്കലെ കുമ്പസാരത്തിലും സഹോദരൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുവാൻ നിരന്തരം സഹായിച്ചുകൊണ്ട് നമുക്ക് സ്വയമേവ സാധിക്കാത്ത
എല്ലാ ജീവിത വിഷയങ്ങൾക്ക് മേലും ദൈവിക ഇടപെടലിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന ബോധ്യത്തിലേക്കാണ് നമ്മളെ നയിക്കുക. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.